കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ളത് വേണം എടുക്കാം. ഈവൻ മാക്രോണി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ചൊരു പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ആവശ്യം നമുക്ക് പാസ്ത, ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കിട്ട് വേവിക്കുക. ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് പോയാൽ ഇതിങ്ങനെ ബ്രോക്കൺ ആയി പോകും കേട്ടോ. ഇതിൻ്റെ വേവ് മാത്രം ഒന്ന് നോക്കി നിൽക്കുക. ഇത് വെച്ച് വേറെ എവിടേക്കും പോകാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി വയ്ക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ അതിൻ്റെ മുകളിലേക്ക് തൂത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി വെച്ചാൽ അത് അവിടെ വെക്കും കേട്ടോ. പിന്നെ വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് മൂപ്പിച്ച് കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് മൂപ്പിക്കുക. ഒരുപാട് വാടുമൊന്നും വേണ്ട. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി സവാളേൻ്റെ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തരം കളറുള്ള ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ക്യാരറ്റുമാണ് എടുത്തത്. നിങ്ങളുടെ മക്കൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കിയതാണ്. തക്കാളീൻ്റെ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മളിതിൽ ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ടതിനെ കൊണ്ട് ചെറിയ എരിവ് മതിയല്ലോ. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തതുകൊണ്ട് തന്നെ പുളി നോക്കിയതിന് ശേഷം ഈ സോസ് ചേർക്കാവൂ, ഒരുപാടായി പോകരുത്. പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സായി പുരണ്ട് കിട്ടാനാണ് കേട്ടോ. വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കുക. ഒന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂത്ത് കൊടുത്താൽ നമ്മുടെ പാസ്ത റെഡി. പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്. വൈകുന്നേരമൊക്കെ കുട്ടികൾ കളിച്ച് വരുന്ന സമയത്ത് കൊടുക്കാനും പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെയുള്ള സമയത്ത് അവർക്ക് കൊടുക്കാനും അവർ നല്ല ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.